നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഡിസിസി സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു. ഡിസിസി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന്. ചെറുവത്താനി സ്വദേശിയുടെ മരണം. കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വിലയിരുത്തൽ. അഞ്ഞൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണു കഴിഞ്ഞ ദിവസം മരിച്ചത്. അണ്ടത്തോട് കടലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി തിരയിൽപ്പെട്ടു. നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. കുമാരൻപടി ചെട്ടിയാംവീട്ടിൽ ഗണേശന്റെ മകൻ 17 വയസ്സുള്ള അഭിനേഷാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തകൾ വിശദമായി. തൃശൂർ ഡിസിസി സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു വീടിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവ സമയത്ത് സജീവന്റെ അമ്മയും മരുമകളും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്കും 2 പേർ വീട്ടിൽ വന്നിരുന്നതായി പറയുന്നു. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ ഡിസിസി ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അന്യായമായി സംഘം ചേരൽ, മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലിയുള്ള വാക്കുതർക്കങ്ങളാണ് ഡിസിസി ഓഫീസിലെ കയ്യാങ്കളിയിൽ കലാശിച്ചത്. തന്നെ മർദ്ദിച്ചുവെന്നാരോപിച്ച് സജീവൻ കുരിയച്ചിറ ഡിസിസി ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയം ചൂണ്ടിക്കാട്ടി ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ ഒട്ടിച്ചത് താനാണെന്ന് ചൂണ്ടിക്കാട്ടി ജോസ് വള്ളൂർ വിഭാഗം ആക്രമിച്ചെന്നായിരുന്നു സജീവന്റെ ആരോപണം. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിൽ ഉണ്ടായിരുന്നവരും തമ്മിൽ കയ്യാങ്കളിയായി. പിന്നാലെ സജീവൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ചെയർമാൻ MP വിൻസെന്റും കഴിഞ്ഞ ദിവസം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം രാജിവെച്ചിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ ഡിസിസി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന്. ഡിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള ജോസ് വള്ളൂരിന്റെ രാജിക്ക് പിന്നാലെയാണ് തീരുമാനം. താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MPക്ക് KPCC പ്രസിഡന്റ് K സുധാകരൻ നൽകിയതായി KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചു. തൃശൂരിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ എല്ലാ വശവും പരിശോധിച്ച് KPCCക്ക് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതിയിലുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഡിസിസിയിൽ കൂട്ടത്തല്ലുണ്ടായ സംഭവത്തിൽ ഡിസിസി ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും കെ മുരളീധരന്റെ അനുകൂലികളുമായ സജീവൻ കുരിയച്ചിറ, ML ബേബി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ TN പ്രതാപൻ, ജോസ് വള്ളൂർ എന്നിവർക്കെതിരെ വാർത്താസമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തു. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നാരോപിച്ചാണ് നടപടി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് ഹാഷിം, എബിമോൻ തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി CB പുഷ്പലതയാണ് മൂവരെയും സസ്പെൻഡ് ചെയ്തത്. CCTV ന്യൂസ്, കേച്ചേരി. അണ്ടത്തോട് കടലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി തിരയിൽപ്പെട്ടു. നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. അണ്ടത്തോട് കുമാരൻപടി ചെട്ടിയാംവീട്ടിൽ ഗണേശന്റെ മകൻ 18 വയസ്സുള്ള അഭിനേഷാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിച്ചുകൊണ്ടിരുന്ന അഭിനേഷ് ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് സാഹസികമായി വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിയത്. അണ്ടത്തോട് അണ്ടിപ്പാട്ടിൽ നൌഷാദിന്റെ നേതൃത്വത്തിൽ അലി തൌഫിക്, അഷ്കർ, ഹരിദാസൻ, ഷക്കീർ തുടങ്ങിയവർ കടലിലേക്കിറങ്ങി രക്ഷപ്പെടുത്തുകയായിരുന്നു. അഭിനേഷിനെ കരയ്ക്കെത്തിച്ച ശേഷം 3 NV കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലെത്തിച്ചു. സംഭവമറിഞ്ഞ് വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പഞ്ചായത്ത് അംഗങ്ങളായ KH ആബിദ്, PS അലി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ചെറുവത്താനി സ്വദേശിയുടെ മരണം. കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വിലയിരുത്തൽ. അഞ്ഞൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് ചെറുവത്താനി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണു കഴിഞ്ഞ ദിവസം മരിച്ചത്.
സംഘർഷത്തിനിടെ കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സുഹൃത്തുക്കളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വടുതല ഉള്ളിശ്ശേരി ചുങ്കത്ത് ശ്രീശാന്ത്, ചെറുവത്താണി പൊലിയത്ത് വീട്ടിൽ ഷിജിത്ത്, ചെറുവത്താണി മൂർത്താട്ടിൽ വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. വിഷ്ണുവിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരിക്കുകളുണ്ട്. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറഞ്ഞാണ് പ്രതികൾ വിഷ്ണുവിനെ കുന്നംകുളം ദയാശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചത്. അതേസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. പോലീസ് എത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് മരണം സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നത്. നാട്ടിൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന ആനപ്രേമിയായ വിഷ്ണു ആനത്തറയിൽ ഇടയ്ക്കിടെ എത്താറുണ്ട്. പ്രതികളിൽ ഒരാളായ വിഷ്ണുരാജും മരിച്ച വിഷ്ണുവും തമ്മിൽ മുൻ വൈരാഗ്യവും നിലനിന്നിരുന്നു. ഈ വാക്കുതർക്കമാണ് പിന്നീട് മർദ്ദനത്തിലും മരണത്തിലും കലാശിച്ചത്. CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് കാറിൽ ഇടിച്ചത് ചോദ്യം ചെയ്ത കാർ ഡ്രൈവർക്ക് ബസ് ഡ്രൈവറുടെ മർദ്ദനം. പഴഞ്ഞി സ്വദേശി കാഞ്ഞങ്ങാട്ട് വീട്ടിൽ പരമേശ്വരന്റെ മകൻ രമേശിനെയാണ് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജനതാ ബസ്സിലെ ഡ്രൈവർ കൂനമുച്ചി സ്വദേശി കുഴിപ്പറമ്പിൽ വീട്ടിൽ അഭിരേഷ് മർദ്ദിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ചോദ്യം ചെയ്തതോടെ അസഭ്യം വിളിച്ച് പുറത്തിറങ്ങിയ ബസ് ഡ്രൈവർ കാർ ഡ്രൈവറെ നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്ന് പറയുന്നു. കാർ ഡ്രൈവർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കെതിരെ കേസെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ റോഡരികിലെ കേബിളുകളും പൊട്ടിവീണു. പഴഞ്ഞി ജെറൂസലേം കുരിശുപള്ളിക്ക് സമീപത്താണ് മുന്നറിയിപ്പില്ലാതെ മരം മുറിച്ചത്. CCTV നെറ്റ്വർക്കിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കേബിൾ അഴിച്ചുമാറ്റാൻ സമയം കിട്ടിയില്ലെന്ന് ഓപ്പറേറ്റർമാർ പറഞ്ഞു. മരക്കൊമ്പുകൾ വീണ് കേബിളുകൾ പൊട്ടിയതോടെ ഉപഭോക്താക്കൾക്ക് ചാനലുകൾ ലഭ്യമാകാത്ത സാഹചര്യമാണ്. ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചെങ്കിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡരികിൽ എതിർവശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കഴിഞ്ഞ വർഷം നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് 24 ലക്ഷം രൂപ അനുവദിച്ചു. കടൽക്ഷോഭം മൂലം അഞ്ചങ്ങാടി വളവിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിൻ അഗസ്റ്റിനോട് MLA NK അക്ബർ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് തുക അനുവദിച്ച് ഉത്തരവായത്. നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. ഗുരുവായൂരിൽ ഓർമ്മകളുടെ വീണ്ടെടുപ്പുമായി കുട്ടാടൻ നിറവ് സംഘടിപ്പിച്ചു. തമ്പുരാൻപടി സുനേന നഗറിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കേരള പ്രവാസി സംഘം ചെയർമാൻ KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാൻ TT ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കുട്ടാടൻ പാടത്ത് നെൽകൃഷി നടത്തിയ കർഷകരെയും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ശൈലജ സുധൻ, ഫൈസൽ പൊട്ടത്തയിൽ, MA സുബ്രഹ്മണ്യൻ, ബബിത മോഹനൻ, കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, ജോഫി കുര്യൻ, ആനന്ദവല്ലി മാമ്പുഴ, MA അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു. KP വിനോദ് സ്വാഗതവും V അനൂപ് നന്ദിയും പറഞ്ഞു. കുട്ടാടൻ പാടത്ത് നിന്ന് ട്രാക്ടറും നാടൻ ശീലുകളുള്ള പാട്ടുകളും വ്യത്യസ്തമായ വർണ്ണാഭമായ കലാരൂപങ്ങളുമായി മഴനടത്തവും സംഘടിപ്പിച്ചു. തുടർന്ന് P ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി മഞ്ഞണി പൂനിലാവ് സംഗീത നിശയും ഉണ്ടായി. തീരദേശ ഹൈവേയുടെ പബ്ലിക് ഹിയറിംഗ് അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിൽ നടത്തി. അതേസമയം തീരദേശത്തെ ചില മെമ്പർമാരും ഭൂവുടമകളും ഹിയറിംഗ് അറിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപം. തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടനെ ആരംഭിക്കണമെന്നും വീടും ഭൂമിയും നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ പാക്കേജ് സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. തീരദേശ ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ പേർക്ക് തൊഴിലവസരം ലഭ്യമാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തീരദേശ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനായുള്ള അളവെടുപ്പ് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നടത്തിയത്. പുനരധിവാസ പാക്കേജിനെ 2 വിഭാഗങ്ങളിലായി തിരിച്ച് ഉടമസ്ഥാവകാശ രേഖകളുള്ളവർ കാറ്റഗറി 1-ലും ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാത്തവരെ കാറ്റഗറി 2-ലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-ൽ ഉൾപ്പെട്ട പുനരധിവസിപ്പിക്കപ്പെടേണ്ട കുടുംബങ്ങൾക്ക് 600 ചതുരശ്ര അടി ഫ്ളാറ്റ് അല്ലെങ്കിൽ 13 ലക്ഷം രൂപയുടെ ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകും. ആകെ 52 സ്ട്രെച്ചുകളിലായി 623 കിലോമീറ്റർ ദൈർഘ്യമാണ് 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേക്ക് ഉള്ളത്. തൃശൂർ ജില്ലയിൽ 59.9 കിലോമീറ്ററാണ് പരിധി വരുന്നത്. ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് 12 ഇടങ്ങളിൽ പ്രത്യേക ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കും.
സൈക്കിൾ ട്രാക്ക്, ചാർജിംഗ് സ്റ്റേഷനുകൾ, റെസ്റ്റോറന്റ് തുടങ്ങി എല്ലാ സൗകര്യവും ഉണ്ടാകും. 14 മുതൽ 15.6 മീറ്റർ വീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഹൈവേ നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം പൂവാർ മുതൽ കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാട് വരെ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേക്ക് 6500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സാറ്റലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചാണ് അലൈൻമെന്റുകൾ നടത്തിയിട്ടുള്ളത്. പ്രദേശത്ത് പല വീടുകളും ഭാഗികമായും പൂർണ്ണമായും ഉൾപ്പെടുന്നുണ്ട്. അൽസാക്കി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ തഹസിൽദാർ തൃശൂർ, വി.കെ. കൺസൾട്ടൻസി ഉദ്യോഗസ്ഥൻ ബാലൻ, KRFB ഉദ്യോഗസ്ഥൻ അജിത്, പൊന്നിയൂർകുളം, പൊന്നിയൂർ പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകളിലെ മെമ്പർമാർ, തീരദേശ വികസന സംരക്ഷണ സമിതി സെക്രട്ടറി വി.കെ. അഷറഫ്, മൻസൂർ ആലത്തയിൽ, KM മൊയ്തീൻ കുഞ്ഞി അണ്ടത്തോട്, P.K. ഷാഹുൽ ഹമീദ്, P. സൈദലവി, മത്സ്യത്തൊഴിലാളി ജാഗ്രതാ സമിതി അംഗം അമ്മുണ്ണി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അതേസമയം മുഴുവൻ ആളുകളെയും യോഗം നടക്കുന്ന വിവരം അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. CCTV ന്യൂസ്, പൊന്നിയൂർകുളം. പെരുമ്പിലാവ് ശ്രീ പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, പഞ്ചഗവ്യം എന്നീ പ്രത്യേക വഴിപാടുകളും തുടർന്ന് കലശത്തോടുകൂടി ഉച്ചപൂജയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആലിക്കര മണികണ്ഠനും സംഘവും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചയ്ക്ക് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നദാനവും നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, തുടർന്ന് തായമ്പകയും അരങ്ങേറി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ഗജാഞ്ചി വിശ്വനാഥൻ ഐനിക്കൽ, കോമരം വിനോദ്, ക്ഷേത്ര ഊരാളൻ ധർമ്മരാജൻ, കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മമ്മിയൂരിൽ മേൽപ്പാലം നിർമ്മിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ട്രേഡേഴ്സ് കൾച്ചർ സെന്റർ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ വരെ ഹൈവേ 4 വരെയാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന സമ്മേളനം കേരള പ്രവാസി സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോഫി കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ചെയർമാൻ M. കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനാ രംഗത്ത് നേട്ടം കൈവരിച്ചവരെയും ആദരിച്ചു. TCC സെക്രട്ടറി CD ജോൺസൺ, TS ഷെനിൽ, PA അരവിന്ദൻ, NK ലോറൻസ്, AV റൈനസ്, നീന ജോൺസൺ, ധന്യ ഷാജി, ചന്ദ്രൻ മുണ്ടറക്കോട്, TK പരമേശ്വരൻ, ഷാജി ആദ്രിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മുനയ്ക്കക്കട വഴിമുഖത്ത് കുളവാഴ അടിഞ്ഞുകൂടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമാകുന്നു. മുനയ്ക്കക്കടവിലെ നിരവധി ആളുകളുടെ ഉപജീവന മാർഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. കുടുംബം പുലർത്താൻ കടലിനോടും പുഴയോടും മല്ലടിച്ചാണ് ഓരോ തൊഴിലാളികളും മത്സ്യബന്ധനത്തിനായി ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ പുഴയിൽ അടിഞ്ഞുകൂടുന്ന കുളവാഴകൾ മൂലം തങ്ങളുടെ ഉപജീവനമാർഗം പാടെ നിർത്തേണ്ട അവസ്ഥയാണ്. വലകൾക്ക് നാശം സംഭവിക്കുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ചെലവാണ്. നിർത്തിയിട്ട ബോട്ടുകൾക്ക് ചുറ്റും ചെമ്മീൻ പിടിക്കാനായി നിർമ്മിച്ച ഊന്നുവലകൾക്ക് ചുറ്റുമാണ് കുളവാഴകൾ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇത് വലകൾക്കും വലകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ നിർമ്മിച്ച കുറ്റികൾക്കും നാശം വിതയ്ക്കുകയാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടികൾ സ്വീകരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ ട്രഷറർ PK ബക്കർ, മത്സ്യത്തൊഴിലാളികളായ ചോപ്പൻ, ഷാഹു എന്നിവർ പറഞ്ഞു. അപ്പോൾ ഈ ചണ്ടിനെ എത്രയും പെട്ടെന്ന് ഈ പുഴയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ഞങ്ങൾ അപേക്ഷിച്ചു. മത്സ്യത്തിന് ഒരു 5-8 വർഷത്തോളമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ കാണുന്ന പച്ചച്ചണ്ടികൾ, കുളവാഴ ചണ്ടികൾ. ഇത് എന്നും ഇതേമാതിരി ഇറിഗേഷൻ ഓഫീസിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പം ഇനി മേലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാക്ക് തന്നു. CCTV ന്യൂസ്, ചാവക്കാട്. 6 വയസ്സുകാരി തപസ്യയുടെ കവിതാ സമാഹാരം വർണ്ണജാലകം പ്രകാശനം ചെയ്തു. ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആലംകോട് ലീലാകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ KJ രഘുനാഥ്, പ്രിൻസിപ്പാൾ ശ്രീജിത്ത് തൊണ്ടയാട്, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്രഹ്മകുളം സ്വദേശി സുനീഷ് നീതു ദമ്പതികളുടെ മകളാണ് തപസ്യ. കൃഷിനാശം സംഭവിച്ച നെൽകർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭിച്ചില്ലെന്ന ആക്ഷേപം. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ 50ഓളം കർഷകർക്കാണ് ഇൻഷുറൻസ് തുക ലഭിക്കാതിരുന്നത്. അതേസമയം അപേക്ഷ നൽകിയ പല കർഷകർക്കും ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടുമുണ്ട്. പഞ്ചായത്തിൽ 10 ലക്ഷം രൂപയോളം ഇൻഷുറൻസ് തുക ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭീമായോജന പദ്ധതി പ്രകാരം 2022-23 വർഷത്തിൽ പുഞ്ചനെൽ കൃഷിക്കാണ് കർഷകർ ഇൻഷുറൻസ് എടുത്തത്. തൃശൂരിലെ എയിംസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഏജന്റ് വഴിയാണ് കർഷകർ ഇൻഷുറൻസിന് പണമടച്ച് രജിസ്റ്റർ ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളവ് നഷ്ടത്തിന് ഏക്കറിന് 16,500 രൂപയാണ് വിതരണം ചെയ്തത്. കുറച്ചു കർഷകർക്ക് കൃത്യം പണം ലഭിച്ചെങ്കിലും
ഭൂരിപക്ഷം കർഷകർക്കും ഏക്കറിന് 300 രൂപയോളമാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് കർഷകർ അന്വേഷണം നടത്തിയപ്പോൾ അപേക്ഷയിൽ മുണ്ടകൻ എന്നാണ് രേഖപ്പെടുത്തിയതെന്നും മുണ്ടകൻ കൃഷിക്കുള്ള നഷ്ടപരിഹാരമാണ് ലഭിച്ചതെന്നും ഇൻഷുറൻസ് എടുത്തു നൽകിയ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർ അറിയിച്ചു. എന്നാൽ കാട്ടകമ്പാൽ വില്ലേജിന്റെ പരിധിയിൽ മുണ്ടകൻ കൃഷി ചെയ്യുന്നില്ലെന്നും എയിംസ് ജീവനക്കാരുടെ തെറ്റായ രേഖപ്പെടുത്തൽ കാരണമാണ് ഇൻഷുറൻസ് നഷ്ടമായതെന്നും കർഷകർ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിൻ്റെ ബീമാ യോജന പ്രകാരം അത് ഞങ്ങൾ ഇൻഷുർ ചെയ്തു. എയിം വഴിയാണ് ഞങ്ങളത് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് മുൻവർഷങ്ങളിലൊക്കെ കൃത്യമായ സംഖ്യകൾ കിട്ടിയിരുന്നു. 22-23 നമുക്ക് സംഖ്യ അനുവദിച്ചപ്പോൾ അതിൽ വളരെ തുച്ഛമായ അത് മുണ്ടകൻ കൃഷിയിൽ മാർക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യമില്ല, ഉള്ള ആനുകൂല്യം 100 റുപ്യ വെച്ച് ഉള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. തെറ്റുപറ്റിയാലും കർഷകർ അതിന് ബലിയാടാവേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 15,000 രൂപ റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് സംഖ്യ അനുവദിച്ച് കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിലും കർഷകർ പുഞ്ചകൃഷിക്കാണ് അപേക്ഷിച്ചതെന്ന് വ്യക്തമായി. ഇതോടെ സ്വകാര്യ കമ്പനി അധികൃതർ നഷ്ടപരിഹാരം നൽകാമെന്നും വരും വർഷത്തെ ഇൻഷുറൻസ് തുക കമ്പനി അടയ്ക്കാമെന്നും അറിയിച്ചെങ്കിലും കർഷകർ സ്വീകരിച്ചില്ല. കൃഷിഭവനിൽ പരാതി നൽകിയ കർഷകർ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. തുച്ഛമായ എമൗണ്ട് 400 രൂപ 300 രൂപ ഒക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളൂ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഒരു ഏക്കറിന് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. 16,000 ഒരു ഏക്കറിന് 16,000 വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എയിംസ് ഇൻഷുറൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവരറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു സെറ്റിൽമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണ്, ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അടച്ച എമൗണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നയൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പുന്നയൂർ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പച്ചക്കറി പൂക്കൃഷിക്ക് തുടക്കമിട്ടു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 20 വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൾ വിരിയിച്ചെടുക്കുകയാണ് പദ്ധതി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4-ാം വാർഡിൽ നടന്ന ചെണ്ടുമല്ലി തൈകൾ നടീലിന്റെ ഉദ്ഘാടനം പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ സെലീന നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രജനി ടീച്ചർ, പൊതുപ്രവർത്തകരായ മോഹനൻ ഇ ചിത്തറ, മുഹമ്മദ് ബാവുമൽ, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മന്നലാംകുന്ന് 1-ാം വാർഡിൽ വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ് AV വത്സ അധ്യക്ഷത വഹിച്ചു. കേച്ചേരി പ്രിയദർശിനി സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് CB രാജീവിനെ തെരഞ്ഞെടുത്തു. മുൻ മന്ത്രിയും ആശുപത്രിയുടെ പ്രസിഡന്റുമായ KP വിശ്വനാഥന്റെ മരണത്തെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വൈസ് പ്രസിഡന്റ് T ജോസ് പോൾ, സെക്രട്ടറി AM മൊയ്തീൻ തുടങ്ങി ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. വീട്ടുമുറ്റത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി. അക്കിക്കാവ് പുത്തൻകുളം ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന വലിയ വളപ്പിൽ റസാഖിന്റെ വീട്ടുമുറ്റത്താണ് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പ് പിടുത്തക്കാരനായ പെരുമ്പിലാവ് സ്വദേശി രാജനെ വിവരം അറിയിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. പരൂർ പുന്നയൂർകുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഇജ്ലാൽ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ജമാലുദ്ദീൻ നേതൃത്വം നൽകി. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, ജോയിന്റ് സെക്രട്ടറി മനാഫ്, വൈസ് ചെയർമാൻ ബക്കർ പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നിർധനരായ കുടുംബങ്ങൾക്കുള്ള ആശ്വാസ കിറ്റ് വിതരണം ചെയ്തു. വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് 2വിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായി വൈസ്മാൻ ജോസി ഫ്രാൻസിസ് സ്ഥാനമേറ്റു. കുന്നംകുളം YMCA ഹാളിൽ നടന്ന യോഗം ഇന്റർനാഷണൽ കൌൺസിൽ മെമ്പർ വൈസ്മാൻ പിൽസൺ ലൂയിസ് ഉദ്ഘാടനം ചെയ്തു. മുൻ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ വർഗീസ് ചെറി പുതിയ ഗവർണറുടെയും ടീം അംഗങ്ങളുടെയും സ്ഥാനാരോഹണം നടത്തി. ഡിസ്ട്രിക്ട് ഗവർണറായി ജോസി ഫ്രാൻസിസ്, സെക്രട്ടറി അൻവർ, ട്രഷററായി മോഹൻ TV തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. വർഗീസ് തമ്പി, ഷൈജൻ C ജോബ് എന്നിവർ സംസാരിച്ചു. UKG വിദ്യാർത്ഥിനി ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി. പുന്നയൂർ മച്ചിങ്ങൽ ഷീബ വിനി ദമ്പതികളുടെ മകൾ 5 വയസ്സുകാരി അവന്തികയാണ് അമല ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയത്. പുന്നയൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം വടക്കേക്കാട് സ്വദേശി ജോമോൻ C ജോർജ് അമല ആശുപത്രിയിൽ മുടി മുറിച്ചു നൽകിയിരുന്നു. ഈ വാർത്ത CCTVയിൽ കണ്ടതിനെ തുടർന്നാണ് തന്റെ ആഗ്രഹം രക്ഷിതാക്കളെ അറിയിച്ചത്. രക്ഷിതാക്കൾ പൂർണ്ണ സമ്മതം നൽകിയതോടെ അമല ആശുപത്രിയിലെത്തി മുടി മുറിച്ചു നൽകുകയായിരുന്നു.
കടങ്ങോട് പഞ്ചായത്തിലെ ജനപക്ഷം വാട്സപ്പ് ഗ്രൂപ്പ് നടത്തിയ ഇലക്ഷൻ പ്രവചന മത്സരത്തിൽ വിജയിച്ച വ്യക്തിക്ക് സമ്മാനം വിതരണം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ സമ്മാനം നൽകി. ദീപക് കടങ്ങോട് സമ്മാനം ഏറ്റുവാങ്ങി. റഫീഖ് തങ്ങൾ അധ്യക്ഷനായി. ഹസൻകുട്ടി സ്വാഗതവും ഫക്രുദ്ദീൻ നന്ദിയും പറഞ്ഞു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥിയും 7ാം ക്ലാസ് ലീഡറുമായ അദിത് ദേവിന് പത്രം നൽകിക്കൊണ്ട് കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയം ഉടമ MP ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഇൻചാർജ് O പാർവതി, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ, മാധ്യമം സർക്കുലേഷൻ ഡെവലപ്മെന്റ് ഓഫീസർ VM അബ്ദുൾ റസാഖ്, മീഡിയ 1 ഏരിയ കോർഡിനേറ്റർ AK അബ്ദുൾ കരീം, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയം ഉടമ MP ഹുസൈനാണ് പദ്ധതിയുമായി സഹകരിച്ചത്. വിപണി. വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരവുമായി പന്നിത്തടത്ത് ഗസൽ ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചു. പന്നിത്തടത്തിന് പൊന്നിൻ തിലകം ചാർത്തിക്കൊണ്ടാണ് പന്നിത്തടം സിറ്റി സെന്ററിൽ ഗസൽ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് റോസ് ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പന്നിത്തടം ഡിവിഷൻ മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് വാർഡ് മെമ്പർ സൈഫുനിസ ഷറഫു, പന്നിത്തടം മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻ സിംല, പന്നിത്തടം യൂണിറ്റ് KVVS പ്രസിഡന്റ് MK ജോഷി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകുന്നു. ജൂൺ 17 വരെ 10 ഗ്രാമിന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യമായി നേടാം. അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, സൗജന്യ കാതുകുത്ത്, ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വാഷിംഗ് മെഷീൻ, LED TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നേടാം. ഗസൽ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് റോസ് ഗോൾഡ്, സിറ്റി സെന്റർ, പന്നിത്തടം. വിദ്യാഭ്യാസ രംഗത്തെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കേരള കോളേജസ് ഭാരവാഹികൾക്ക് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. രക്ഷാധികാരി ഡോക്ടർ AV അനൂപ് യോഗം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഷെവലിയാർ CE ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. CKC ഗജാഞ്ചിയും PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ സന്ധ്യ മന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ചേംബർ ഓഫ് കേരള കോളേജസ് സീനിയർ വൈസ് ചെയർമാൻ G ഹരികുമാറിന് CC മനോജ് പൊന്നാടയണിയിച്ചു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസിന് പ്രസിഡന്റ് ഷെവലിയാർ CE ചാക്കുണ്ണി ഉപഹാരം നൽകി ആദരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അംഗൻവാടികളിലെത്തി. വർണ്ണാഭമായാണ് കുട്ടികളെ സ്വീകരിച്ചത്. SSLC +2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള ആദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. DYFI ആർത്താറ്റ് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ നൽകി. പഠനോപകരണ വിതരണം CPM ഏരിയ കമ്മിറ്റി അംഗം KB ഷിബു നിർവഹിച്ചു. 200ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. DYFI സൗത്ത് യൂണിറ്റ് സെക്രട്ടറി വിസ്മയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, ലോക്കൽ സെക്രട്ടറി CK ലിജീഷ്, വാർഡ് കൗൺസിലർ പ്രിയ സജീഷ്, DYFI മേഖലാ കമ്മിറ്റി അംഗം ശ്രീകുട്ടൻ, UV അനിൽ, ലോക്കൽ കമ്മിറ്റി അംഗം CL തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ആർത്താറ്റ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ സ്പീക്കറും 24 കേരള ബറ്റാലിയൻ NCC ഓഫീസറുമായ PJ സ്റ്റൈജു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉണ്ടായി. MT സെബാസ്റ്റ്യൻ, ഷാജു വാഴപ്പള്ളി, ബൈജു എന്നിവർ സംസാരിച്ചു. പുന്നിയൂർകുളം ഗവൺമെന്റ് MLP സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകളെ മധുരവും ബലൂണും തൊപ്പിയും നൽകി സ്വീകരിച്ചു. PTA പ്രസിഡന്റ് K തസ്നി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ VA ഫസൽ, S ടോമി തലക്കോട്ടൂർ, V ഫസീല എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗ്ലോബൽ ചെയർമാൻ ശ്രീകുമാർ കോഴിക്കര, രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. രവി കപ്പാരത്ത് അധ്യക്ഷത വഹിച്ചു.
ജയൻ വടക്കേടത്ത്, സന്തോഷ് പിലക്കാട്, പ്രസാദ് പറയിരിക്കൽ, ഫ്രാൻസിസ്, സ്വപ്ന ശ്രീകുമാർ, കൃഷ്ണദാസ്, അബ്ദുൾ സലാം, മനോജ് കുമ്പളങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും കോൺവൊക്കേഷൻ സെറിമണിയും സംയുക്തമായി ആഘോഷിച്ചു. ബദനി ആശ്രമം സുപ്പീരിയർ തോമസ് റമ്പാൻ OIC ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജെൻസൺ PO മുഖ്യാതിഥിയായി. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബദനി ആശ്രമം അംഗമായ ഫാദർ ഇയൂബ് OIC, ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, PTA പ്രസിഡന്റ് കേശവദാസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ രാധാമണി C നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി UDF 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെയും മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും ആശാപ്രവർത്തകരെയും ആദരിച്ചു. സയൻ ഹാളിൽ നടന്ന ചടങ്ങ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം UDF കൺവീനർ SMK തങ്ങൾ മൊമൻറ്റോ വിതരണം നടത്തി. UDF ചെയർമാൻ TK സുനിൽകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമർ മൗലവി, പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗം വിജേഷ് കുട്ടൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി കിഴക്കേ പട്ടിശ്ശേരി AM മുഹമ്മദ് സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മികവ് 2024 ആദര ചടങ്ങ് നടന്നു. പട്ടിശ്ശേരി GJB സ്കൂളിൽ തൃത്തല മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ഗോപിനാഥ് പാലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PV ഉമർ മൗലവി, തൃത്തല നിയോജകമണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മാനേജിംഗ് ട്രസ്റ്റി AM ഷഫീഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ട്രസ്റ്റ് അംഗവുമായ മുഹമ്മദ് പാറയിൽ, ട്രസ്റ്റ് രക്ഷാധികാരി PC ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സേതു മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് കൺവീനർ AM യൂസഫ് സ്വാഗതവും വാർഡ് മെമ്പർ റംല വീരാൻകുട്ടി നന്ദിയും പറഞ്ഞു. ഒക്ടൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓഹരി ഉടമകളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും മക്കളിൽ +2 ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. കാണിപ്പയ്യൂർ ഒക്ടൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഒക്ടൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർമാർ മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകിയാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം കോട്ടപ്പടി ചുങ്കത്ത് ജോസഫ് മകൻ ജോളി നിര്യാതനായി. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. എരനല്ലൂർ പനക്കൽ തോമക്കുട്ടി മകൻ ആന്റണി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. ലീലാമ്മ ഭാര്യയും ജോഫിൻ, ടൈസൺ എന്നിവർ മക്കളുമാണ്. എരനല്ലൂർ പാങ്ങിൽ ഗോവിന്ദൻ മകൻ ധർമ്മരാജൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദൈവ ഭാര്യയാണ്. ധനീഷ്, ധീരജ് എന്നിവർ മക്കളാണ്. പുന്നയൂർ മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളിക്ക് തെക്ക് ഭാഗം താമസിക്കുന്ന മുസ്ലിം വീട്ടിൽ കല്ലുവളപ്പിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ അക്ബർ നിര്യാതനായി. 46 വയസ്സായിരുന്നു. ഖബറടക്കം നടന്നു. ആമിനു മാതാവും അമീറ ഭാര്യയുമാണ്. ആഷിഖ്, ആഷിൽ, അയാസ്, അസ്മിൽ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി സ്വദേശി മരത്തങ്കോട് താമസിക്കുന്ന ചീരൻ ഷീമോൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. മേഴ്സി ഭാര്യയാണ്. ബിന്ദു, ബിനു, ബിനി എന്നിവർ മക്കളാണ്. തളി പഞ്ഞിരിങ്ങാട്ട് പരേതനായ ശങ്കരൻ നായർ ഭാര്യ കാർത്തിയായിനി അപ്പച്ചിയമ്മ നിര്യാതയായി. 89 വയസ്സായിരുന്നു. പ്രേമരാജ്, ചന്ദ്രൻ, വാസുദേവൻ, നാരായണൻ, ഇന്ദിര എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8:30-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു. DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന്. ചെറുവത്താനി സ്വദേശിയുടെ മരണം. കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വിലയിരുത്തൽ. അഞ്ഞൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണു കഴിഞ്ഞ ദിവസം മരിച്ചത്.
അണ്ടത്തോട് കടലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി തിരയിൽപ്പെട്ടു. നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. കുമാരൻപടി ചെട്ടിയാംവീട്ടിൽ ഗണേശന്റെ മകൻ 17 വയസ്സുള്ള അഭിനേഷാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.